So futures trading learning series in part 2 ആണെന്ന്. So today we can discuss about ticks. അത് നമ്മൾ CFD യിൽ പറയുന്നത് ടിക്സ് എന്നുള്ള ടൈമിലാണ്. സോ അത് ഫ്യൂച്ചേഴ്സിലോട്ട് വരുമ്പോൾ ടിക്സ് എന്നുള്ള ടൈമായിട്ട് മാറും. എൻ്റെ കൺസെപ്റ്റും ഡിഫറെൻ്റ് ആണ്, ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ ഈ കാര്യം ഗോൾഡിലും നാസ്ഡാക്കിലും കണക്ട് ആക്കിയിട്ട് പറഞ്ഞു തരാം. സോ ഗോൾഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് എങ്ങനെ മൂവ് ചെയ്യുക, നമ്മളിപ്പോൾ ഗോൾഡ് പ്രൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡ് ഒരു 6001 ഒരു 6002 എത്തൽ എങ്ങനെയാണ്, ചില ടൈമിൽ ഒറ്റയടിക്ക് എത്തൂല, ഒരു 6001 61.10 20 30 അങ്ങനെ പോയിന്റ് വെച്ചിരിക്കാൻ ഗോൾഡ് കയറി പോവുക. അതായത് നിങ്ങൾ 1 മിനി ആണ് നിങ്ങൾ ഗോൾഡിൽ എടുക്കുന്നത് എങ്കിൽ $0.10 മൂവിനാണ് നമ്മൾ ഒരു ടിക്ക് എന്ന് പറയുന്നത്. മനസ്സിലായി, അതിൻ്റെ വാല്യൂ $10 അപ്പം ലിറ്ററലി ഒരു പോയിന്റ് മൂവ് ചെയ്യാൻ 10 ടിക്ക് മൂവ് ആണ്. അപ്പം ലിറ്ററലി $100. അതാണ് ഞാൻ പറഞ്ഞത്, മിനി കുറച്ചുകൂടി റിസ്കി ആണ്. അത് നേരെ മറിച്ച് മൈക്രോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ $10 മൂവ് മാത്രമേ വരുള്ളൂ. മനസ്സിലായോ? അതായത് 0.10 പോയിന്റ് മൂവിന് ലിറ്ററലി $10 മാത്രമേ ഗോൾഡിൽ മൈക്രോയിൽ വരുള്ളൂ. സോ ഈ ഒരു സെയിം സംഗതി നമ്മളെ നാസ്ഡാക്കിലോട്ട് മാറ്റാണ്. 0.25 പോയിന്റിന് അത് മിനി ആണെന്നുണ്ടെങ്കിൽ $5 മൂവും, അത് മൈക്രോ ആണെന്നുണ്ടെങ്കിൽ ലിറ്ററലി $1 മൂവേ വരുന്നുള്ളൂ. $1 അല്ല, $0.50 സംതിങ് ലൈക്ക് ദാറ്റ്. സോ നാസ്ഡാക്ക് ഒരു പോയിന്റ് മൂവ് മൈക്രോയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ $2, അത് മിനി ആണെന്നുണ്ടെങ്കിൽ $20 കാരണം നിങ്ങൾ റിസ്ക് വരിക. സോ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആണ്. നിങ്ങൾ വീഡിയോ നോക്കി കണ്ടു നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. സോ ഞാനത് ലെങ്തി ആക്കുന്നില്ല, അതുകൊണ്ടാണ് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.